വ്യക്തി ജീവിതത്തിൽ നിരവധി ആരോപണങ്ങളുണ്ടെങ്കിലും ഒരു മന്ത്രി എന്ന നിലയ്ക്ക് KB ഗണേഷ് കുമാറിനെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അംഗീകരിച്ചതാണ്. അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ അധികാരം വിനിയോഗിക്കുന്നത് എന്നാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ KSRTCയിലേക്ക്, അത് കാലങ്ങളായി ദാരിദ്ര്യത്തിൽ കഴിയുന്ന KSRTC ജീവനക്കാർക്ക് KB ഗണേഷ് കുമാർ KSRTC തലപ്പത്തേക്ക് വരുമ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടും. അവരാകെ പ്രതീക്ഷിക്കുന്നത് അതാണ്, കൃത്യസമയത്ത് ശമ്പളം കിട്ടും. നമ്മൾ 30 ദിവസം ജോലി ചെയ്യുന്നത് എന്തിനാണ്? 1-ാം തീയതി ശമ്പളം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. 1-ാം തീയതി കിട്ടിയില്ല, 5-ാം തീയതി 10-ാം തീയതി കിട്ടണം. അതെ, 10-ാം തീയതിക്കുള്ളിൽ കിട്ടും. ആ ഒരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ എത്രത്തോളം വർക്കൗട്ടായി എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കും. ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കുളിച്ചില്ലെങ്കിലും കോണാൻ കഴിവി പെരപ്പുറത്തിടുന്ന ചില കൊച്ചാട്ടന്മാരെ പറ്റി. അതാണ് ഗണേഷ് കുമാർ എന്ന് ഞാൻ പറയും. കാര്യം KSRTC യാതൊരു വിധമായ മെച്ചപ്പെടലും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, മന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ചിരിച്ചാ പരാതി കൊടുക്കും? ഇല്ല, ചിലപ്പോൾ കൊടുക്കും. ഇനി ഇപ്പോൾ പ്രശ്നമില്ല, അമ്പുക്ക പ്രശ്നം ഞാൻ തള്ളി നിൽക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അയാളെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാളോട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം സാധനം വന്നിരിക്കും. കാരണം നാക്കിനെല്ലില്ലാത്ത ആളാണ് ഗണേഷ് കുമാർ. ഇനി ശത്രുവശത്തായി വന്നിരിക്കുന്ന സ്വന്തം അച്ഛനാണെങ്കിൽ പോലും എന്തൊക്കെ പറയുന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ KSRTC മിനിസ്റ്ററായി KB ഗണേഷ് കുമാർ 2.5 വർഷങ്ങൾക്ക് ശേഷം അധികാരം വെക്കുന്നു. അതിനു മുമ്പത്തെ 2.5 വർഷം പാവപ്പെട്ട ആന്റണി രാജു എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും തൊട്ടത് മൊത്തം കുറ്റമായിരുന്നു ഗണേഷ് കുമാറിന്. ഒരു ഇലക്ട്രിക് ബസ് മേടിച്ച വിമർശനം, കൺസെഷൻ കൊടുത്താൽ വിമർശനം, കൊടുത്തില്ലെങ്കിൽ വിമർശനം, തൊട്ടതിന് മൊത്തം വിമർശനങ്ങളായിരുന്നു. ഇപ്പം ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഒരു സൂപ്പർ മന്ത്രി ആവാൻ വേണ്ടി സ്ഥിരം പരിപാടി കുറെ നമ്മുടെ ഡിജിറ്റൽ ചാനലുകാരെ, യൂട്യൂബ് ചാനലുകാരെ കുറച്ചുപേരെയൊക്കെ കൂട്ടുപിടിച്ചു. പിന്നെ മന്ത്രിയാകുമ്പോൾ ഡിജിറ്റൽ ചാനലുകാർ മാത്രമല്ലല്ലോ, മറ്റേ നീളത്തിൽ ബൈക്കുള്ള സാറുമാരും വരും. അപ്പോൾ ഇവരെ എല്ലാവരും കൂടെ ചേർത്ത് നിർത്തി വമ്പൻ ഷോ ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് മോളിൽ നിന്ന് വിളിച്ചു, മോനെ ഗണേശ ഒരു പൊടിക്കുന്ന ഒതുങ്ങ്, ഇത് മന്ത്രിസഭ വേറെയാ, ഉമ്മൻചാണ്ടി അല്ല മുഖ്യമന്ത്രി, പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അതവിടെ താത്തു വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്ത് എന്താ, 100 കണക്കിന് ബസ്സുകളാണ്, പലതരത്തിലുള്ള ബസ്സുകൾ, ചെറിയ വണ്ടി, വലിയ വണ്ടി, ഇടത്തരം വണ്ടി, വെള്ളവണ്ടി, നീലവണ്ടി, പച്ചവണ്ടി, ഇങ്ങനെ ആര് വന്നാലും നിർബന്ധമില്ല. ഗണേഷ് വരുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. കാരണം ഗണേഷ് കുമാറിന്റെ കുടുംബപരമായി ഗണേഷ് കുമാറിന്റെ ബസ് ബിസിനസിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. അപ്പം മച്ചനുമായിട്ട് പൊതുമധ്യത്തിലൊടക്കാണെന്ന് പറയുന്നുവെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരണ്യ മനോഹരൻ നമ്മളോട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. മനോഹരനെ എല്ലാ കുറ്റം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബിസിനസിനെ കുറിച്ച് വ്യക്തമായ ധാരണ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് മന്ത്രിക്കുണ്ട്. അപ്പോൾ KSRTCയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ചെലവ് ചുരുക്കൽ. 2, KSRTCയുടെ ഈ KSRTC ലോൺ എടുത്ത് പണിയിട്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. ഇതൊക്കെ വരുമാനമാക്കി മാറ്റേണ്ടതിൻ്റെ ആവശ്യകത. യാത്രാ ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കണമായിരുന്നു. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണമായിരുന്നു. കൃത്യമായി ശമ്പളം കൊടുക്കാത്തൊരു ജീവനക്കാരനും ആത്മാർത്ഥമായി പണിയെടുക്കില്ല എന്നത് സത്യമാണ്. ബസ്സുകളുടെ കുറവായിരുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ എങ്ങും തൊട്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഇവിടുന്ന് ധന്യയുടെ നാടായ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പലയിടങ്ങളിലും, ഈ തിരുവല്ലയിലും കൊട്ടാരക്കരയിലും ചെങ്ങന്നൂരുണ്ടോ എനിക്ക് ഓർമ്മയില്ല, പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉയർത്തിയത്. ഇപ്പോഴും തമ്പാനൂർ, തിരുവനന്തപുരം വരെ പോകുമ്പോൾ തമ്പാനൂർ പറയേണ്ട കാര്യമില്ല. അപ്പോൾ തിരുവനന്തപുരം അവിടെയൊക്കെ, അതിലിവിടെ പ്രസക്തിയില്ല, അവിടെയൊക്കെ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന പല കെട്ടിടങ്ങളുണ്ട്, ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്. ആ കൊല്ലം KSRTC കെട്ടിടം, എറണാകുളം KSRTC കെട്ടിടം പറയാണ്ടിരിക്കാതെ വയ്യ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാവുന്ന പല സാഹചര്യങ്ങളും അവരിതുവരെ തൊട്ടിട്ടില്ല. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അത് ഒരു പകയുടെ ബാക്കി പത്രമാണ്. എന്തിനാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒന്ന് പരിഷ്കരിക്കാൻ ഗണേശ രാജാവ് തീരുമാനിക്കുന്നു? ഒരുപാട് വിമർശനങ്ങളും എതിർപ്പുകളും ഉയർന്നതിനെ തുടർന്ന് ഗണേശ രാജാവിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട്. എന്നാൽ ഇരിക്കട്ടെ ഒരു പണി, കുറഞ്ഞ നിരക്കിൽ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അവസ്ഥ എനിക്കറിയില്ല, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല അടിസ്ഥാനപരമായി KSRTCക്ക് വേണ്ടി. അല്ല, എക്കാലത്തെ ഒരു ആരോപണമാണ് യൂണിയനുകളാണ് ഈ KSRTC പിന്നോട്ടടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിലൊന്നും ആ യൂണിയന്റെ ഇടപെടല് രോഹിത് പറഞ്ഞതിൽ വന്നില്ല. അതുകൊണ്ടാണ് അല്ല, ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് ഗണേശന് പിന്മാറേണ്ടി വന്നത്? യൂണിയനുകൾ കണ്ണു കിട്ടിയപ്പോഴാണ് പിന്മാറേണ്ടി വന്നത്. ഇനി ഞാൻ പറഞ്ഞു വന്നത്, KSRTCയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ജീവനക്കാരുടെ ശമ്പള വിഷയമാണ്. ഇന്ന് തീയതി 7, ഇതുവരെ KSRTCക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ മാസം ഓണക്കാലമായിരുന്നു. KSRTCക്ക് ശമ്പളം കൊടുത്ത ദിവസം അറിയാമോ? ഏകദേശം 20-ാം തീയതി എന്തോ ആണ് കണ്ടക്ടർമാർക്കൊക്കെ ശമ്പളം. ഞാൻ കണ്ടക്ടറുമായിട്ടാണ് വിളിച്ച് ചോദിച്ചത്. 20-ാം തീയതിയാണ് അവർക്ക് ശമ്പളം കിട്ടിയത്. ഇനി ഓണമായിരുന്നു. ഓണത്തിന് ഇവർക്കൊരു ബോണസോ ഓണം പത്തയൊക്കെ കൊടുക്കണം. അത് കൊടുത്തത് എന്നാ? കഴിഞ്ഞ ആഴ്ച. ഓണവും കഴിഞ്ഞു, 28 ഓണവും കഴിഞ്ഞു. കഴിച്ചതെല്ലാം പോവുകയും ചെയ്തു. അത് അവിടെ കിടന്ന് നശിച്ച് തീരുകയും ചെയ്തു. എന്നിട്ടാണ് ഇവർ ഈ പറയപ്പെടുന്ന
ഓണം ബത്ത അല്ലെങ്കിൽ ബോണസ് എന്തോ അതിന്റെ പേര് എനിക്കറിയില്ല, അത് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ ജീവനക്കാരെ ചേർത്ത് പിടിച്ച് നിർത്താതെ, ഉത്സവ ബത്ത ജീവനക്കാരെ ചേർത്ത് പിടിച്ച് നിർത്താതെ എങ്ങനെയാണ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയും? നമ്മളിപ്പോൾ രാവിലെ എല്ലാവരും ജോലി ചെയ്യുന്നു, നമ്മൾ എന്തിനാ ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നത്? പണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ശമ്പളം വരേണ്ട ദിവസം ശമ്പളം വരുന്നില്ല. മുതലാളി പറയാണ് 4-5 ദിവസം കഴിഞ്ഞിട്ട് ശമ്പളം, നമുക്കത് മനസ്സിലാവും. ഇത് എന്ത് പ്രതീക്ഷിച്ചാൽ ജീവനക്കാർ ജോലിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഗണേഷ് കുമാർ വലിയ രീതിയിൽ പരിഷ്കരിച്ച കയ്യടി കിട്ടിയ മറ്റൊരു പരിഷ്കരണമാണ് ഈ ബ്രീത്തർ ലേസർ. ഡ്യൂട്ടിക്ക് ചേർന്നതിന് മുമ്പിട്ട് എല്ലാവരും നല്ല കാര്യമാണ്, കാരണം മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നത്, അതിൻ്റെ അപകട നിരക്ക് കുറയ്ക്കുന്നത് ഒക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എനിക്കിത് എന്നോട് ഇടതുപക്ഷ അനുഭാവിയായ ഒരു കണ്ടക്ടറെ ഞാൻ ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, ചേട്ടാ ജോലിക്ക് പോയില്ലേ? സസ്പെൻഷനില്ല. ഞാൻ ചോദിച്ചു, സസ്പെൻഷൻ എന്തോ പറ്റി? അപ്പോൾ എനിക്കറിയാം പുള്ളി ഈ അവധി ദിവസങ്ങളിൽ 2 വീശുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പുനരോധി നമ്മുടെ സർക്കാരൊക്കെയാണ് ഭരിക്കുന്നത്. നമ്മുടെ അല്ല നിങ്ങളുടെ ഞങ്ങളുടെ സർക്കാരൊക്കെയാണ് ഭരിക്കുന്നത്. ഈ പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഈ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചാൽ പോലും ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, മിനിമം ക്വാണ്ടിറ്റി, അത്രയും ആൽക്കഹോൾ അതിൻ്റെ കണ്ടന്റ് കാണിച്ചാലാണ് പെറ്റിയടിക്കുക. പക്ഷെ ഞങ്ങളുടെ ബ്രീത്തർ ലൈസൻസിൽ അങ്ങനല്ല. 6 ദിവസം ഇൻഡർസ്റ്റേറ്റ് ഓടി, ലോക്കൽ ഓടി, കഷ്ടപ്പെട്ട് ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ തലേന്ന് രാത്രി 2 അടിക്കാത്തവർ കുറവാണ് KSRTCയിൽ. പിറ്റേന്ന് രാവിലെ 6 മണിക്കോ 5 മണിക്കോ ആയിരിക്കും ഡ്യൂട്ടി. അവിടെ ചെല്ലുമ്പോൾ ഈ തലേ ദിവസത്തെ ഒരംശം ഉണ്ടാവും. അപ്പോൾ 30 എന്തോ കൗണ്ട് കാണിച്ചപ്പോൾ പുള്ളിക്ക് 15 ദിവസം സസ്പെൻഷൻ അടിച്ചു കൊടുത്തു എന്നാണ്. 15 ദിവസം സസ്പെൻഷൻ. അപ്പോൾ പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ പകുതി ശമ്പളം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓണക്കാലം കഴിയുമ്പോൾ ഈ KSRTC ഒരാളും പണിയെടുക്കാൻ കാണില്ല. കാരണം ഓണത്തിന് കള്ളു കുടിക്കാൻ ചെല്ലുന്ന KSRTC അല്ലെങ്കിൽ കണ്ടക്ടർമാരായിട്ട് സ്ത്രീകളുണ്ട്. സ്ത്രീകളും കള്ളു കുടിക്കാത്തവരല്ല, എനിക്കറിയാം, പലരും കുടിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അടച്ചാക്ഷേപിക്കല്ല, പലരും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ. ഞാനേ ഒരിക്കൽ നെയ്യാറ്റിൻകരയില്, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് ഒരു ആവശ്യമായിട്ട് പോയപ്പോൾ ഒരു KSRTCയിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരു ആള്, നല്ല പ്രായമുണ്ട്, ഒരു 75-76 വയസ്സ് വരും. വേറെ അപ്പം കഴുത്തിലൊരു ഇത് തൂക്കിയിട്ടിട്ട് മണ്ണ് വാരി തിന്നുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി കഴുത്തിൽ? അപ്പോൾ കഴുത്തിൽ കണ്ടപ്പോൾ പെൻഷൻ തരൂ, ജീവിക്കാൻ മാർഗമില്ല എന്നും പറഞ്ഞിട്ട്. പുള്ളിക്ക് മക്കളുണ്ട്, പക്ഷേ പെൺമക്കളാണ്, കല്യാണം കഴിച്ച് വിട്ടു, ഭാര്യ മരിച്ചുപോയി, വേറെ സാമ്പത്തികമില്ല. ഈ KSRTCയിലെ പെൻഷൻ മാത്രമേ ഉള്ളൂ ജീവിതമാർഗമായിട്ട്. 75-76 വയസ്സായി. ഇനി ജോലിക്ക് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ വളയമൊക്കെ പിടിച്ച് തളർന്ന ഒരു മനുഷ്യൻ പെൻഷൻ കിട്ടാനായിട്ട് പ്രതിഷേധം നടത്തുന്നു, മണ്ണ് വാരി തിന്ന്. സത്യത്തിൽ അത് കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുമ്പോൾ, ഒരു ഇത്രയും വർഷം ഒരു സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സർക്കാരിന് വേണ്ടി ഇത്രയും കിടന്ന് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി അവരുടെ സുരക്ഷിതമായി അവരുടെ യാത്ര ചെയ്യിപ്പിച്ച ഒരു മനുഷ്യൻ വയസ്സാം കാലത്ത് ഗുളിക വാങ്ങാനും ആഹാരം വാങ്ങാനുമായിട്ട് ഇങ്ങനെ മണ്ണ് വാരി തിന്ന്. നോക്കൂ, ഇതിനകത്ത് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഈ വിവാദങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് ഇതെല്ലാം തൊട്ടതെല്ലാം വിവാദമാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇതിന്റെയൊക്കെ പിന്നിൽ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഏതോ ഒരു കക്ഷി ശ്രമിച്ചിരുന്നു. അവർക്ക് ഗണേഷ് കുമാറുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത KB ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ, ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ 100% എന്താണ് മോശമാണ് എന്ന് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നു. പക്ഷേ ഡയലോഗും തള്ളുമൊക്കെ അങ്ങ് കൊമ്പത്താണ്. പല കാര്യങ്ങളിൽ നോക്കൂ, വയനാട് ദുരന്തത്തിന് പ്രവർത്തനത്തിന് പോയ വണ്ടികൾക്ക് പോലും പെറ്റി അടിച്ചു കൊടുത്ത നാടാണിത്. ക്യാമറകളുടെ അവസ്ഥ നമുക്കറിയാം. ഇനി ഇത് നിർത്തുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ലൈസൻസ് ഉണ്ടോ? പ്രിന്റ് ചെയ്ത് കൈ വെച്ചിട്ടുണ്ടോ? എന്തേ? വീട്ടിൽ ഇരിപ്പുണ്ടോ? ചേച്ചിക്ക് ലൈസൻസ് ഉണ്ടോ? എനിക്കും ലൈസൻസ് ഉണ്ട്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇനി ആർക്കും ലൈസൻസ് പ്രിന്റ് ചെയ്തവരെ അയച്ചു തരത്തില്ല. RC ബുക്കും പ്രിന്റ് ചെയ്ത് അയച്ചു തരത്തില്ല. ഞാനൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ RC ബുക്ക് എനിക്ക് കിട്ടില്ല. RC ബുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഡിജി ലോക്കറിൽ സൂക്ഷിച്ചോണം. നല്ലതാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് പ്രിന്റ് ചെയ്ത പേപ്പർ മേടിച്ച കാശ് കോടികൾ കൊടുക്കാൻ കിടക്കും, അത് കൊടുക്കാനില്ല. അതുകൊണ്ട് പുതിയ തന്ത്രപരമായിട്ട് ഡിജിറ്റൽ ഇന്ത്യ അല്ലേ? അതെ, ഡിജിറ്റൽ ഇന്ത്യ തന്നെയാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ പറയാം, പേപ്പർ മേടിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഇത് അയച്ചു തരുവാണ്, നീയൊക്കെ സൂക്ഷിച്ചു വെക്ക്. വേണമെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സൂക്ഷിക്കാം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു KB ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ്. അദ്ദേഹത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാനുകൾ അമ്പുക്കൊക്കെ നമ്മൾ മറ്റേ കോഴിക്കോട് കൊടുത്തതുപോലെ ഗണേഷ് കുമാറിന് പത്തനാപുരം ഒരു സംസ്ഥാനമാക്കി കണക്കൂട്ടി കൊടുത്തിട്ട് അവിടെ അതല്ല, അദ്ദേഹത്തിന്റെ പ്ലാനുകൾ വിജയിക്കാത്തത് അതുകൊണ്ടാണ്. KB ഗണേഷ് കുമാറിന് മുന്നും പല ആൾക്കാരും, ഇതിന് മുന്നേ വന്ന ആ തലപ്പത്തെത്തിയ പല ആൾക്കാരും KSRTC രക്ഷിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. ഒരു കണ്ടക്ടർ എന്നോട് പറഞ്ഞറിയാമോ,
ഈ ആന്റണി രാജു ആയിരുന്നപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാനെങ്കിലും പറ്റുമായിരുന്നു. അതെ. ഇയാളെക്കാട്ടി എത്രയോ ഭേദമാണ് ആന്റണി രാജു. ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് പാമ്പ് പക കൊണ്ട് നടക്കുന്ന പോലെ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ആ പക വെച്ചിട്ട് ഉറപ്പായിട്ടും പണി കിട്ടും. അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് ആരും ഒന്നും മിണ്ടാത്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട പൊന്നു ഗണേശൻ സാറേ ഒന്ന് കൊടുക്ക്.